സ്വപ്നമായിരുന്നോ അതോ യാഥാർത്ഥ്യോ? ഇങ്ങനെയൊക്കെ സ്വപ്നം കാണോ ഭഗവാനെ? വേണ്ട, ഇപ്പൊ കല്യാണം ആലോചിക്കണ്ട. ഇപ്പൊ കല്യാണം ആലോചിച്ചാലേ അവള് വാശിക്ക് ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്താലോ. അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ. എന്താ? ഒന്നുമില്ല. ഞങ്ങളെ കൂടെ ഫോണിൽ കാണിക്കുവോ? ഇല്ല. ഇല്ലടേ. കാണിക്കട്ടോ. ഒരു കാര്യം ഇതിനകത്ത് കയറി. അല്ല പിന്നെ ഞാൻ ആ മാവൻ ചോട്ടിലും പോയിരിക്കാൻ പോകും. എന്നാ പിന്നെ കല്ലു വാ, നമുക്കും കൂടെ പോവാം. രണ്ടുപേരും കൊണ്ടുപോയി. ചൂണ്ടെ കൊടുത്ത് അവിടെ എറി. അവിടെ ഇരുന്നോണം. ഞാൻ വരും. കാലവരെ അടിക്കും ഞാൻ. കലി കയറി ഇരിക്കുകയാണ് ഞാൻ. ഫോണിൽ നോക്കാൻ സമ്മതിക്കൂല. എന്തിനാ ഭയങ്കര ജാടയാണല്ലോ. എന്തോ ഭയങ്കര ജാടയാണല്ലോ. ഒരുത്തി ജാടയാണല്ലോ എന്ന് പറയണ ആ പുള്ളിയുടെ അർത്ഥം എനിക്ക് ഇങ്ങോട്ട് മനസ്സിലായി. ഫോണിൽ ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന കണ്ടിട്ടല്ലേ നിന്നെ എടുക്കാൻ പറഞ്ഞ നീ? കയ്യാങ്കളിയല്ലേ കയ്യാങ്കളിയല്ലേ? ഇവിടെ നനങ്ങിപ്പോയി. അവിടെ നനങ്ങിപ്പോയി. ജാട അല്ലടി എനിക്ക് ജാട. രണ്ടിനെ ആ മാവിൻ ചോട്ടോട്ടും എല്ലാം കണ്ട തൂക്കെടുത്ത് കറക്റ്റ് എടുത്ത് കയറി. അല്ല പിന്നെ ഒരു ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വന്നാണ് ഫോൺ നോക്കിയ ചിന്ത മാത്രമേ ഉള്ളൂ. ഓ വലിയ ജാടക്കാരൻ വന്നേക്കുന്നു. കല്ലു, നമുക്ക് ചേട്ടനൊരു പണി കൊടുത്താലോ? നോക്കട്ടെ. നല്ല ഐഡിയ. കൊടുകൈ നീ ഇവിടെ തന്നെ ഇരിക്കും. നീ ഇപ്പൊ വരാം. ഇവിടെ കല്ലു നമുക്ക് അറിയാത്ത പോലെ ഇവിടെ ഇരിക്കാം. ഞാൻ പോയി വരയ്ക്കുന്ന സാധനം എടുത്തിട്ട് വരാം. വരും ഇതോ എന്താണ് ചേച്ചി പിക്കാസവും കുഞ്ഞു പിക്കാസും കൂടെ പരിപാടി? വരയ്ക്കുന്നു. മക്കളെ, ഇവിടെ കേശവനുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? പുറത്തോട്ട് പോയി. ആണോ? രണ്ടുപേര് ചിത്രം വരച്ചോണ്ടിരിക്കുന്നു. ഒരാള് ഫോണിൽ ഏതോ ലോകത്ത്. ഒരാള് ഫോൺ എടുത്തോണ്ട് പുറത്തോട്ട് പോയി. കേശേട്ടനാ മൊത്തം നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അല്ലു? കേശുചേട്ടനല്ല, ഞാൻ നോക്കുമ്പോ ശിവയാ ഏതു നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശിവ ശിവ ചേച്ചി അത് അറിഞ്ഞിട്ട് പോലും. ഞാൻ പറഞ്ഞ വല്ലോം കേട്ടോ? എന്താണ്? അതെങ്ങനെയാ ഏതു നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവല്ലയോ? എന്താണ് അമ്മ കാര്യം പറഞ്ഞോ? കാര്യമൊന്നും ഇല്ല. കള്ളി, നീ എന്താ അമ്മ അടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? എന്തോ പറഞ്ഞു കൊടുത്തേ? എന്തോന്ന് പറഞ്ഞു കൊടുത്ത്? ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഓ, നീ ഉണ്ടല്ലോ, നോക്കി നീ ഇവിടെ എല്ലാവരും ഇടയ്ക്ക് കയറി ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യം എനിക്കറിയാം കേട്ടോ. തരുന്നുണ്ട് ഞാൻ, എല്ലാത്തിനും ചേർത്ത് ഞാൻ തരുന്നുണ്ട്. കുഞ്ഞാ ആ കളറത്തെ അല്ല പിള്ളേരെ, എന്റെ ഫോൺ കണ്ടായിരുന്നോ?
നീ എന്റെ ഫോൺ കണ്ടായിരുന്നോടാ? ശിവ, ശിവ, എന്താണ് അമ്മൂമ്മ? എന്റെ ഫോൺ കണ്ടായിരുന്നോ എവിടെയെങ്കിലും? അമ്മൂമ്മയുടെ ഫോൺ എന്റെ അടുത്ത് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെയാ വെച്ചാ അവിടെ ഉണ്ടാവും. ഞാൻ വെച്ചെടുത്ത് നോക്കിയിട്ട് കാണുന്നില്ല. എന്നാ വെക്കാത്തടത്ത് നോക്ക്. സാധാരണ ഫ്രിഡ്ജിന്റെ ഉള്ളിലും അലമാരയുടെ മുകളിലൊക്കെ എല്ലാം കൊണ്ട് വെക്കാറ്. അവിടെ എങ്ങാനും ഉണ്ടാവും. നോക്ക് നോക്ക്. അതൊന്നും അല്ല, ഞാൻ എപ്പോഴും വെക്കുന്നിടത്ത് തന്നെ വെച്ചത്. അത് തന്നെയല്ല, ഞാൻ കുറച്ചു മുമ്പ് ഉമേഷിനെ വിളിച്ചില്ലയോ? ഉമേഷിനെ വിളിച്ചിട്ട് ഞാൻ അവിടെ തന്നെ കൊണ്ടുവച്ചതാ. ആ, ഈ വീട്ടിൽ ആര് ഫോൺ എവിടെയെങ്കിലും കൊണ്ട് വെച്ചാലും അതൊക്കെ എടുത്ത് നോക്കുന്ന സ്വഭാവം കേശുവിനുണ്ട്. അവൻ ചിലപ്പോൾ അറിയായിരിക്കും. കേശേ, ഡാഡി ഒന്നാണ് നീ ഇപ്പൊ എന്തിനു പറഞ്ഞു? ആരെങ്കിലും ഫോൺ എവിടെങ്കിലും എടുത്ത് വെച്ചാ നീ നോക്കുന്നൊരു സ്വഭാവം ഉണ്ടെന്ന്. ഇപ്പൊ ആരുടെ ഫോണാണ് ആരെടുത്തെന്ന് പറയണേ? അമ്മൂമ്മയുടെ. എന്റെ ഫോൺ കാണുന്നില്ല. എവിടെ എവിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വെച്ചെടുത്ത് കാണുന്നില്ലെന്ന്. അത് എന്നോട് ചോദിച്ചാ ഞാൻ എനിക്ക് എന്തിനാണ് അമ്മൂമ്മയുടെ ഫോൺ എടുക്കേണ്ട കാര്യം എന്തിനാണ്? എടേ, കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണേ. ഞാൻ ഫോൺ കുറെ തവണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഞാൻ എടുത്തിട്ടില്ല. ആ, എന്നാ പിന്നെ ഞാൻ കനകത്തിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ആദ്യം ചെയ്താ പോരായിരുന്നു. അതെ കൊണ്ട് അവിടെ കുറ്റം പറയാനായിട്ട്. ഞാൻ ഫോണിൽ നോക്കുമ്പോ നീ ഫോൺ നോക്കൂ. ഇതിപ്പോ മൊബൈൽ ആരോടെങ്കിലും കണ്ടോന്ന് ചോദിക്കുവാന്നെങ്കിൽ പറയും എനിക്ക് ശ്രദ്ധക്കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ടെന്നൊക്കെ പറയും. அம்மா இந்த பக்கம் நீங்க மொபைல் கொண்டே வரல, அது எனக்கு ஷுவர். ഞാൻ കൊണ്ടുവന്നില്ലെന്നേ. എവിടെയെങ്കിലും കൊണ്ടുവച്ചാ പറഞ്ഞു പോകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ റൂമിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ ഒച്ചെടുത്ത് എന്റെ അമ്മ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഇത്രയും പ്രായമായില്ലേ, എന്നിട്ട് ഒരു എനർജി പോലും വേസ്റ്റ് ആവട്ടെ. എങ്ങനെയാണ് ഇങ്ങനെ അടുത്ത് ബഹളം വെക്കാൻ പറ്റുന്നത്? லெச்சு, அது நீ சொன்னது கரெக்ட். அம்மா சண்டை போடும்போது ஒரு ஸ்பெஷல் எனர்ஜி தான், அப்படியே வெடிச்சிடுவாங்க. பார்த்தா நம்மளுக்கு பயமா இருக்கும். കനകം, ആ, നമ്മുടെ കുടുംബത്തിലെ എല്ലാരും പറയും നിന്റെ അത്രയും നാക്ക് വേറെ ആർക്കും ഇല്ലെന്ന്. ഓ, ഞാൻ നേരത്തെ പറഞ്ഞതിന് തിരിച്ച് എനിക്കിട്ട് പറയുകയാണല്ലേ. നമ്മൾ വിഷയത്തിന് തന്നെ മാറി പോവല്ലേ. കിട്ടിയാ കിട്ടിയെങ്കിൽ പറയത്തില്ലയോ? സത്യം പറയടാ, എന്റെ മൊബൈൽ നീയാണോ എടുത്തത്? എനിക്ക് വേറെ വേലയില്ല അമ്മൂമ്മയുടെ മൊബൈൽ എടുക്കാൻ. ചേച്ചോട്ടാ, ചേച്ചോട്ടനാണോ എടുത്തെങ്കിൽ സത്യം പറ. ചേട്ടനാണോ എടുത്തേ? ചേച്ചി പോകണ്ട അവിടെ. എനിക്ക് പിന്നെ വേറെ വേലയില്ല. ഫോൺ എടുക്ക ഇപ്പൊ. നീ എന്തൊരു തേങ്ങ ഉണ്ടെന്ന്? കല്ലുവ, നീ കള്ളം പറയരുത്. ഞാൻ കള്ളമല്ല പറയുന്നേ. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ഫോൺ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഞാൻ ഉണ്ടാക്കും. ചേച്ചിയുടെ ബാഗിലിരിക്കുന്ന കണ്ടായിരുന്നോ? എന്ത് കണ്ടെന്ന്? നിന്റെ ബാഗില് ഫോൺ ഉണ്ടെന്ന് കണ്ടെന്ന്. ഞാൻ കണ്ടില്ലല്ലേ. എടാ, സത്യം പറയടാ, നീ എന്റെ ഫോൺ എടുത്ത് വെച്ചായിരുന്നു. പിള്ളേര് പറഞ്ഞല്ലോ ഇപ്പൊ. അത് അമ്മൂമ്മ വിശ്വസിച്ചാ? പിന്നെ വിശ്വസിക്കാതെ എന്റെ ബാഗിലുള്ള ഫോൺ ഞാൻ കാണാതെ അതുങ്ങൾ എങ്ങനെ കണ്ട്? என்னடா கேசு இது? உன்னோட கையில போன் இருந்தா எடுத்து கொடு. சின்ன புள்ளத்தனமா இருக்கு. ചിന്ന പുള്ളത്തനോ? കാണാനിരിക്കുമ്പോ ഞാൻ എന്റെ എവിടെ ഫോൺ ഇരിക്കുന്നു? ബാഗില്. ബാഗില്? കുട്ടിക്കുരിപ്പളെ നീയൊക്കെ കൊള്ളാൻ കേട്ടാ. അമ്മൂമ്മ സംഭവം എന്തെന്നറിയൂ? നേരത്തെ ഞാൻ ഇവിടെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന്. അപ്പൊ ഇതിങ്ങനെ നൈസിൽ വന്ന് എല്ലാം കൂടെ തലയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു പോടുന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഞാൻ അങ്ങ് പോയി. ആ കളി തീർക്കാൻ വേണ്ടിയിട്ട് നൈസിൽ ഞാൻ വെച്ചിരുന്ന അമ്മൂമ്മയുടെ ഫോൺ എടുത്ത് വീണ്ടും ഒളിപ്പിച്ച് വെച്ചിട്ട് എന്റെ തലയ്ക്ക് വെച്ചത്. കേശുവേ, നീ ചുമ്മാ അതും ഇതൊന്നും പറയല്ലേ കേശു. അമ്മൂമ്മക്ക് ക്ലിയർ ആയില്ലത്? ഇല്ല, എനിക്ക് ക്ലിയർ ആയില്ല. ലച്ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഈയിടെയായിട്ട് നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവാറില്ല. അതുകൊണ്ട് പിള്ളകളി കളിക്കാണ്ട് മോനെ ഫോൺ എടുത്ത് കൊടുക്ക്. ഞാനൊന്നും പറയാനില്ല അമ്മൂമ്മ. டே கேசு, நீ ரொம்ப பேசாத. நீ போய் அம்மாவோட போன் எடுத்து கொடு. நிறைய கால் எல்லாம் வரும்டா. ആന്റി ഇടട്ടെ, ആന്റി ഇടയ്ക്ക് വെച്ച് നൈസില് വെക്കണുണ്ട് കേട്ടോ. വേണ്ടേ?
മതി ഡയലോഗ് അടിച്ചത് പോയി എടുത്തോണ്ട് വച്ചില്ല. ഞാൻ ഇവിടെ ശരിയാവില്ല, ഞാൻ നോക്കിട്ട് പോയി. ഛോ, എന്തുമാത്രം കോൾ ഇപ്പൊ അതിനകത്ത് വന്നു കാണും. അതെ അതെ, ഈ നേരം കൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് കോള് വരെ വന്ന് കാണും. എന്റെ അമ്മൂമ്മ അപ്പൂപ്പ പോലും നേരെ ചൊവ്വ അതിനകത്തേക്ക് വിളിക്കാറില്ല. പിന്നെ വെള്ളം അടിച്ച് ഫിറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഉമേശേട്ടൻ വിളിക്കും. എന്നിട്ട് കണ്ടേ ഫ്യൂഡെന്നും പറഞ്ഞിട്ട് ആ കോളും കട്ട് ചെയ്യും. അത്രയല്ലേ ഉള്ളൂ. അങ്ങനൊന്നും അല്ല. ഇപ്പോഴേ ചോനറത്തല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. എന്തു ചിരിക്കുന്നേ? വിശ്വസിച്ച് അമ്മൂമ്മ പറഞ്ഞതല്ല. എന്തായാലും ഫോൺ കിട്ടുമ്പോ നമുക്ക് നോക്കാലോ ആരൊക്കെ വിളിച്ചിട്ടുണ്ടോന്ന്. നീ എന്തോ ആക്ഷൻ കാണിച്ചത്? ഞാൻ കണ്ടില്ലെന്നൊന്നും വിചാരിക്കല്ലേ. എന്തോന്നായത്? എന്തൊരു ബഹളമായത്? തലവേദന എടുക്കുന്നു. എന്താ അമ്മൂമ്മ, ഞങ്ങള് കളിക്കുമല്ലേ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എളുപ്പം വാ. രാവിലെ കുളിച്ചായിരുന്നോ? കുളിച്ചായിരിക്കും, ഓർമ്മയില്ല. ഓർമ്മയില്ലെന്നോ? ഒരു കാര്യം ചെയ്യ്, കുറെ ദിവസമായാലും മക്കൾ എണ്ണ തേച്ച് കുളിച്ചിട്ട്. അമ്മൂമ്മ തലയിൽ എണ്ണ തേപ്പിച്ചു തരാം. എന്നിട്ട് മക്കളൊരു കാര്യം ചെയ്യ്. അയ്യോടാ, എനിക്ക് എണ്ണ വെച്ച് കുളിക്കണ്ട. കല്ലൂനെ ഇനി പിടികൊടുന്ന് അവൾക്ക് മനസ്സിലായോണ്ടാ അവൾ ഓടിയത്. ആണോ? കുഞ്ഞിന്റെ കാര്യം നോക്കിയാ മതി, കല്ലുവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ. അമ്മൂമ്മ, ഇന്ന് എന്താഴ്ച? ശനിയാഴ്ച. എന്നാ പിന്നെ അടുത്ത വെള്ളിയാഴ്ച കുളിക്കാം. ഏത് വെള്ളിയാഴ്ച കുളിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇങ്ങോട്ട് വന്നാ മതി കുളിക്കാൻ. അമ്മൂമ്മ ഇപ്പൊ ഒരു സാധനം ഓടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അമ്മയെ നമുക്ക് കുഴിപ്പുറത്ത് പോവാന്ന്. അതെന്താ കാര്യം? അതെന്താന്നറിയാവോ? ഞാൻ എവളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കാൻ വിളിച്ചു. അത് കേട്ടോണ്ട് ഓടിയതാ. അവളെ കേശുവിന്റെ മടിയിൽ കയറി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചെന്ന് പിടിച്ചോ. ഞാൻ പിടിച്ചോളാം, ഞാൻ പിടിക്കാം. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ കുളിക്കാനൊക്കെ ഭയങ്കര മടിയാന്നേ. ആന്നേ, അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്തൊരു മടിയാണ്. ചേച്ചി എത്ര നാളെ കുളിച്ചിട്ട്? അതിപ്പോ അല്ല, താൻ കുളിച്ചിട്ട് എത്ര ദിവസമായി? ചേച്ചിനെ കുളിപ്പിക്കാൻ നടക്കുന്നു. പിടിക്കുന്നുണ്ട് തലം കേട്ടോ. அம்மா இத பாருங்களேன், இந்த பாத்திரம் எல்லாம் ஒரு மாதிரியா இருக்கு. இந்த பாத்திரத்தை காமி. பிடி வேற, இந்த பாத்திரம் வேற, அதுல வேற ஓட்டை வேற இருக்கு பாருங்க. அம்மா இந்த பாத்திரம் எல்லாம் மாட்டி நமக்கு மண் சட்டியா வாங்கலாம். இந்த மீன் குழம்பெல்லாம் இருக்குல்ல, மண் சட்டியில வச்சுன்னா ரொம்ப டேஸ்டா இருக்கும். இந்த பாத்திரமே வேண்டாம்மா, மண்கலம் போதும். അത് ആക്ച്വലി നല്ലൊരു ഐഡിയ ആണ്. ഇവിടുത്തെ ഇങ്ങനത്തെ പാത്രങ്ങളെല്ലാം മാറ്റി നമുക്ക് മൺപാത്രമാക്കാം. എന്നിട്ട് ഗ്യാസും കൂടെ ഒഴിവാക്കി വിറകടുപ്പാക്കിയാലേ. ഞാൻ ഇപ്പോഴും പടവലത്തെ അടുപ്പ് വെച്ചല്ലേ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കുന്നേ. അതമ്മ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി കാണിക്കുന്ന ഉടായിപ്പല്ലേ. ഇങ്ങനെയൊന്നും ചെലവാക്കാണ്ട് പൈസയൊക്കെ പൂഴ്ത്തി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ ഈ പൂഴ്ത്തി വെക്കുന്നത്. ഞാനൊന്ന് പടവലത്തോട്ട് പോയിട്ട് കുറെ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതെ, നീ ആ കാലെടുത്ത് കുത്തി വെച്ചിട്ടോടാ തറവാടേ നശിച്ചു പോവാൻ. ഞാൻ ഒന്നും പറയണില്ലേ. அம்மா நம்மளுக்கு இந்த மண் பாத்திரம் தவி எல்லாம் வாங்க போலாமா? പോവാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പള്ളുരുത്തി സൈഡിലോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇടയ്ക്ക് പോയപ്പോഴേ മറ്റേ സൈഡിൽ റോഡിന്റെ സൈഡിലിട്ട് വിൽക്കുന്നുണ്ട്. മൺപാത്രം ഉണ്ടായിരുന്നു, പിന്നെ ഭരണി ഉണ്ടായിരുന്നു. കാശില്ലായിരുന്നു, അല്ലെങ്കിൽ 2 എണ്ണം മേടിച്ചാൽ. டேய், எங்க ஊர் மதுரையில இந்த மண் பாத்திரம் பரணி எல்லாம் ரொம்ப சீப்பா கிடைக்கும். ഒരു വണ്ടി വിളിച്ച് പോയാലോ മധുരയ്ക്ക് പാത്രം മേടിക്കാൻ? போலாமா? ആന്റി വരെ വരെ ആന്റി അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായല്ല. என்ன லட்சு, போலாம் லட்சு. അതൊക്കെ പോകുന്നതിനെ പറ്റി പിന്നെ തീരുമാനിക്കാം. ആന്റി ഇതൊക്കെ വിടാ ആന്റി. ഇന്ന് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫുഡ് ഉണ്ടാക്കും. എന്താണ് ഇന്നത്തെ പ്ലാൻ? പ്ലാനൊക്കെ അടിപൊളിയാണ്. അതിനകത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് കോമഡി ആവും. നിനക്ക് വാച്ച് കടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കോളാം കേട്ടോ. കനകം, എന്തായാലും ഇന്ന് ഉച്ചവരെ നമുക്ക് പോകാം. തിരുവാങ്കുളത്തെ എനിക്ക് പരിചയമുള്ള ഒരു കടയുണ്ട്. ആ കടയിൽ പോയി നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ നീ വരണ്ട, ചെലവ് കൂടും. അപ്പൊ ഞാനും കല്ലും വരട്ടെ? വേണ്ട വേണ്ട വേണ്ട, രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി. ഭയങ്കര മഴയാ, ഞങ്ങൾ പോയിട്ട് വന്നോളാം. അപ്പൊ മുട്ടായി വാങ്ങിച്ചോണ്ട് വരണം. ഓ, മുട്ടായി ഒക്കെ മേടിച്ചു. ചോക്ലേറ്റ് മേടിച്ചോണ്ട് വരാം. എന്താടാ തലയില്? കൊച്ചിന്റെ ക്ലിപ്പാ. ഞാനല്ല.
ഞാൻ അമ്മൂമ്മയും കനാന്റെ നോക്കുക. കുറെ നേരമായില്ല അവര് പോയിട്ട്. ചോക്ലേറ്റ് അവര് പോവാൻ നേരത്തെ എന്നോട് പറയുക ചോക്ലേറ്റ് കുറെ തിന്നാൻ പാടില്ലാന്ന്. ഇനി അവര് വാങ്ങിച്ചോണ്ട് വരത്തില്ലേ? ഇല്ലടോ, ഇല്ല ഇല്ല ഇല്ല. ഏയ് മഴയൊക്കെ അല്ലേ, അതുകൊണ്ടാ പുറത്തോട്ട് ഇറങ്ങാത്തെ. ആ പിന്നെ എന്തായാലും മീറ്റ് ചെയ്യാം. ഓ ശരി ശരി. ആ വിളിക്കാം കേട്ടോ. ശരി. അയ്യോ, എന്താണ് കുഞ്ഞമ്മയും കുഞ്ഞും കൂടെ ഒരു ഡിസ്കഷൻ? എന്തെങ്കിലും പ്ലാനിങ് ആണോ? എന്താണ് എന്തെങ്കിലും പ്ലാനിങ് ആണോ? എനിക്ക് പാറമടയിൽ പോയി കുളിക്കണം. നിനക്ക് ഈ വീട്ടിലെ ബാത്റൂം ഒന്നും പോരെ? പാറമട തന്നെ പോയി കുളിക്കണോ? അത് ഈ മഴ പെയ്യണ സമയത്ത്? മഴയത്തെങ്ങാനും പുറത്തിറങ്ങാണ്ടല്ലോ, നിനക്ക് ഇടിയാണ്. മഴയത്ത് പുറത്തിറങ്ങുവോ? ഇറങ്ങുവോ നീ? മഴയത്ത് ഇറങ്ങുവോ നീ? ഇറങ്ങുവോ? ഇറങ്ങി നോക്ക് നീ. എത്ര നേരമായിട്ട് ഞാനവിടെ തപ്പിക്കൊണ്ടിരിക്കുവാന്ന് അറിയോ? ഇവിടെ വന്നിരിക്കുവാണോ? ചേച്ചിയുടെ പൊന്നു മോൾക്ക് ഈ മഴയത്ത് പാറമടയിൽ ഇറങ്ങി കുളിക്കണം അത്ര. അയ്യോ, ഇറങ്ങാൻ പറ്റിയ സ്ഥലം. വല്ല മീനും കൊത്തിക്കൊണ്ട് പോകും കൊച്ചേ. പിന്നെ അല്ല. ചേച്ചി ഇവിടുന്ന് വേറെ രണ്ടുപേര് പോയിട്ട് കുറച്ചു പേര് ആയല്ലോ, കാണാനില്ലല്ലോ. അവര് കുറെ നേരമായി പോയിട്ട്. അവര് വന്നാലും എനിക്ക് മിഠായി തിന്നാൻ പറ്റും. അയ്യോ, മിഠായി കാണാത്ത രണ്ടാൾക്കാര്. അവരാണല്ലോ. ചുമ്മാ പതിവില്ലാണ്ട് ഓട്ടയൊക്കെ വിളിച്ചു വന്നേക്കണം. അതാണ് ഞാനും ചിന്തിച്ചത്. അല്ലെങ്കിൽ എത്ര ഭാരമുണ്ടെങ്കിലും ജംഗ്ഷന്റെ ഇവിടെ വരെ നടന്നുകൊണ്ട് വരുന്ന ആളാ അമ്മൂമ്മ. എന്ത് പറ്റിയടേ, കാക്കിയൊന്ന് മലന്ന് പറക്കുവോ? കൊറേ സാധനങ്ങളുണ്ടല്ലോ. വീട് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ആർക്കറിയാം. നമുക്ക് അമ്മൂമ്മ എന്താ വാങ്ങിക്കണേ നോക്കാം. ബാ. ചോക്ലേറ്റ് മേടിച്ചില്ലേ? ചോക്ലേറ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. മുമ്മ എന്താ പറ്റി? പതിവില്ലാണ്ട് ഓട്ടോയിലൊക്കെ വരുന്നു. ബസ്സിന് വരാനായിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെ ഈ ചട്ടിയും കലവും ഒക്കെ ആയിട്ട് ബസ്സിൽ കയറിയ തട്ടിയും മുട്ടിയത് പൊട്ടിപ്പോകത്തില്ലയോ? അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നോക്കട്ടെ. കൊഴപ്പില്ല, കൊള്ളാം കേട്ടോ. ചട്ടി കൊണ്ടുവന്ന പിന്നെ നീ ചോദിച്ചപ്പോ തരിഞ്ഞേ. നോക്കി തന്നെ മേടിച്ചത്. ഓ, വലിയൊരു വിദഗ്ധം വന്നേക്കുന്നു. എന്റെ അമ്മൂമ്മ അവൻ ചുമ്മാ ഷോ ഇറക്കണ തട്ടിയും മുട്ടിയും കുട്ടിയൊക്കെ നോക്കിട്ട് അമ്മൂമ്മക്ക് മനസ്സിലായില്ലത്. പിന്നെ അമ്മൂമ്മ ഈ കുറച്ച് എണ്ണ തേച്ചിട്ടേ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ മണ്ണിന്റെ മണം അങ്ങ് മാറി കിട്ടും. ഓ, അങ്ങനെ ചെയ്യാമേ. அம்மா ஒரு புக் எடுத்து இவன் சொன்ன டிப்ஸ் எல்லாம் எழுதி வச்சுக்கோங்க. உங்களுக்கு தெரியாத டிப்ஸ் தானே அவன் சொல்லி கொடுத்தான். കേശ് സാരല്ല, നമുക്ക് അടുത്തേല് പിടിക്കാം. അതെ, ഈ ചട്ടിയൊക്കെ ചുമ്മാ മേടിച്ചോണ്ട് വന്നാൽ മാത്രം പോരാ. ഇതിനകത്ത് കണ്ട ഉണക്ക അവിയലൊന്നും വെക്കല്ലേ, അല്ല സൂപ്പർ മീൻകറി വെക്കണം. മീൻകറി വെക്കണമെന്ന്. അങ്ങനെ ചെയ്യാമേ. ചട്ടിക്ക് എത്രേ? ചട്ടിക്കൊക്കെ ഭയങ്കര വിലയാന്നേ. ഞാനേ ഇടയ്ക്ക് പടവലത്തേക്ക് വേണ്ടിട്ടേ 2-3 ചട്ടി മേടിച്ചായിരുന്നു. അപ്പൊ പേശിയാ മേടിച്ചേ. അതുകൊണ്ട് ഞാൻ പേശി തന്നെ മേടിച്ചു. ചട്ടി മാത്രമല്ല, വേണ്ട ആ കലമുണ്ട്. കലമുണ്ട്. ഉണ്ടോ? ചേച്ചി ഇതൊന്നും അടിക്കോ? ഞാൻ ചട്ടി ഒന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ അല്ലയോ? ഞാൻ നോക്കട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് പോയി മേടിച്ചിട്ട് വന്ന ചട്ടിയാ. എല്ലാവർക്കും സമാധാനമായല്ലോ. സോറി. സോറി പറഞ്ഞാ മതിയല്ലേ നീ? அம்மா அவளை திட்டாதீங்கம்மா, பாவம். நம்ம அப்புறம் போய் வேற சட்டி வாங்கலாம். വേറെ ചട്ടി മേടിക്കാം. അങ്ങോട്ട് എന്ന് കയറാനേ ചുമ്മാ കിട്ടത്തില്ല. പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. കല്ലുവേ, ഇതെന്ത് പണി കാണിച്ചേ? സോറി. രണ്ടിനും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിടിച്ചേ, കേറി പോകത്ത് രണ്ടും. പിടിക്കണ്ടേ? ഞാൻ പിടിക്കുന്നതിന് കൂടെ വിടാനാ പറഞ്ഞത്. நீ வாமா உள்ள போலாம். ഇത് കൂടെ നടക്ക്. ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ പറയുവാന്ന് പറയും. പിള്ളേരായ ഇച്ചിരിയൊക്കെ ശ്രദ്ധിക്കണം. അഹങ്കാരം എത്രയും പാടില്ല. അതെങ്ങനെയാ? വലുതുങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത്.
അമ്മുമ്മ അവസാനം ചുറ്റിക്കറങ്ങിയതൊക്കെ ഞങ്ങളുടെ തലയിലായ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ അതിന്. പിന്നെ ചട്ടിയാകുമ്പോ തട്ടിയും മുട്ടിയും പൊട്ടിയെന്നൊക്കെ ഇരിക്കും. ഞാൻ വേറെ മേടിച്ച് തരാം. அம்மா நான் மதுரையில இருக்கும்போது எவ்வளோ சட்டி என்னோட கையில இருந்து உடஞ்சிருக்கு தெரியுமா? അതെ, അത് കുറച്ചുനാൾ ഉപയോഗിച്ചതിന് ശേഷം ഇല്ലയോ? ഇതെന്ന് പറഞ്ഞാൽ ആ വാതിലിന് അകത്തോട്ട് കയറിയോ? അതിനു മുമ്പേ പൊട്ടിച്ചളഞ്ഞില്ലയോ? ആ ചട്ടിക്ക് തന്നെ എന്തോ തോന്നി കാണും. அம்மா நம்ம இறந்து போறது எதனால? ഇതൊന്നും ഇറന്നു പോന്നതോ? அப்படின்னா சாவு அது. മരിക്കുന്നത് കാറ്റ് പോന്നുണ്ട്. அது இல்ல, ஒண்ணு கூட யோசிச்சு சொல்லுங்க. യോജിച്ചു ചൊല്ലിയാലേ ജനിക്കുന്നത് കൊണ്ട് മരിക്കുന്നു, അത്രേ ഉള്ളൂ. அது கரெக்ட். இந்த உலகத்துல என்னெல்லாம் பொருள் இருக்கோ அதுக்கு ஒரு நாசம் இருக்கு. இந்த சட்டிக்கு இவ்வளவுதான் ஆயுசு, அதனால அது சீக்கிரம் கிளம்பி போச்சு, அவ்வளவுதான். ഫണ്ടാസ്റ്റിക്. സൂപ്പർ ഹിമാലയൻ ഫിലോസഫി തന്നെ കേട്ടോ. എന്റെ കനകാന്റിയെ ചട്ടിയാകുമ്പോ തറയണ പൊട്ടും അത്ര തന്നെ. സ്ഥാനത്താണ് പറഞ്ഞത്, പക്ഷെ ചില കാര്യങ്ങൾ സ്ഥാനത്ത് പറഞ്ഞാലും അസ്ഥാനത്തായി പോകും. മക്കളോടെ ഒന്നും പറയണ്ട, ഒരു ചട്ടി പൊട്ടിയ പ്രശ്നമാണ്. ചട്ടിയാവുമ്പോ പൊട്ടുമൊക്കെ ചെയ്യൂലേ, കണ്ടാ? പിന്നെ തവി പൊട്ടിയോ? ഇല്ല. പിന്നെ മോളെ ഇനി ഇതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ വാലിരിക്കണം ഞാൻ കേൾക്കേണ്ട വരും. ഇവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ഇങ്ങനെ ഒന്നും പൊട്ടത്തില്ല. ഞാനേ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂര് പോയപ്പോ, അല്ലല്ല ഏറ്റുമാനൂരല്ല, ചെട്ടികുളങ്ങര ഉത്സവത്തിന് പോയപ്പം ഞാൻ 2 ചട്ടി വാങ്ങിച്ചു. അതായിരുന്നു ചട്ടി. എത്ര കാലം ഞാൻ ഉപയോഗിച്ചു. എന്റെ കയ്യിൽ നിന്ന് 2-3 തവണ താഴെ വീഴുകയും ചെയ്തു. എന്നിട്ടും അതിന് യാതൊരു കുഴപ്പവും പറ്റിയില്ല. മണ്ണും കൊണ്ടല്ലേ ഉണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടായിരുന്നോ? ഓ ചേച്ചി അവിടെ നിന്ന് അമ്മമ്മ ഇപ്പോഴും ചട്ടി പടവലത്തുണ്ടോ? ഇപ്പൊ അതെന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് വലിയ ചട്ടിയാണെങ്കിലും ഒരു ദിവസം പൊട്ടും, കേട്ടല്ലോ. അമ്മൂമ്മ ഒരബദ്ധം പറ്റി, അത് നീ കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ, പിഞ്ചു മനസ്സാ വിഷമിക്കും. அம்மா இந்த கலம் ரொம்ப பத்திரமா வைக்கணும். നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പം വരത്തില്ല ഈ കലത്തിന്. നല്ല കട്ടിയുള്ള കലം, അതാണ് ഉണ്ടോ ഉണ്ടോ? നല്ല കലവാ. പിന്നെ അങ്ങനെ പ്രത്യേകം പറഞ്ഞു, ഇത് എങ്ങാണ്ട് കിഴക്കുന്നെങ്ങാണ്ട് വന്ന കലവാണ്. ഈ കിഴക്കുന്നെങ്ങാണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏത് സ്ഥലം? കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞില്ല, കിഴക്കുന്ന് വന്നതാ, സൂക്ഷിച്ചാൽ മതി, ഇത് പൊട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അമ്മമ്മക്ക് ഉറപ്പാണത് പൊട്ടൂലെന്ന്? എനിക്ക് നല്ല ഉറപ്പാണ്, ഞാൻ ഗ്യാരണ്ടി. അമ്മൂമ്മ ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ. ഈ കിഴക്കോട്ടുള്ള മണ്ണിന് നല്ല കരിങ്കല്ലിന്റെ കട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്രയും ഗ്യാരണ്ടി പറയണേ. ഈ കലം ഒന്ന് മയക്കി എടുത്തേണ്ടല്ലോ, നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ ഇരിക്കും. എനിക്ക് കലം മയക്കാൻ അറിയൂ? கொஞ்சம் எல்லாம் தெரியும், நீ சொல்லி கொடு. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു 24 മണിക്കൂർ ഈ കലം വെള്ളത്തിൽ മുക്കി വെക്കുക. അത് കഴിഞ്ഞ് കടലമാവ് ഒഴിച്ച് നല്ല സോഫ്റ്റ് സ്ക്രബ്ബർ ഇല്ലേ, അത് വെച്ച് നല്ല തേച്ചൊരച്ച് കഴുകണം. അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം ഒഴിച്ച് അതൊരു 2-3 ദിവസം ഇങ്ങനെ തിളപ്പിക്കണം. അത് കഴിഞ്ഞ് എന്താ അമ്മ, കല്ലുപ്പും തേങ്ങയല്ലേ, കല്ലുപ്പും തേങ്ങയിട്ട് നല്ലോണം ഇങ്ങനെ വഴച്ച് എടുക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ചട്ടിങ്ങനെ മെഴുകിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാലേ കറി വെക്കാൻ നേരം കാണത്തില്ല. മര്യാദക്ക് ചെറിയ രീതിയിൽ മയക്കി എടുത്താൽ നന്നായിട്ട് കറിയും വെക്കാം, പൊട്ടത്തുമില്ല, ഞാൻ ഗ്യാരണ്ടി. പൊട്ടി. അമ്മൂമ്മയുടെ ഗ്യാരണ്ടി പോച്ച്. കിഴക്കൂന്ന് വന്നാണെങ്കിലേ ഒന്ന് താഴോട്ട് ഇട്ടപ്പത്തേക്ക് പൊട്ടിപ്പോയി. അമ്മമ്മ കനകാരി പറഞ്ഞ പോലെ എല്ലാത്തിനും നാശമുണ്ട്. ഇവിടെ നശിക്കാത്തതായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കുഞ്ഞിനൊന്നും ചെയ്യരുത്.